ഓക്കെ. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് ക്രെഡിറ്റ് ലോസ് എന്നുള്ള IFRS ആണ്, അല്ലെങ്കിൽ IFRSലെ സ്റ്റാൻഡേർഡ് ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് ക്രെഡിറ്റ് ലോസ്. ബാക്കിയുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ള എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ അതില് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അസറ്റ്, ഫൈനാൻഷ്യൽ ലയബിലിറ്റി എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ നമ്മളൊരു നോർമൽ ഒരു ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നോർമൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്. നമ്മൾ അറിയുന്നതാണ്. ലയബിലിറ്റീസ് അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റേഴ്സിനെ ഡെപ്റ്റേഴ്സിനെ ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യും. നമ്മൾ ഓൾറെഡി ജേണൽ എൻട്രി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞാണ് ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റേഴ്സിനെ ബുക്ക് ചെയ്യുന്നതും ഡെപ്റ്റേഴ്സിനെ ബുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ശീലിച്ചതാണ്, പഠിച്ചതാണ് എന്ത്, സൺട്രി ക്രെഡിറ്റേഴ്സിനെ കുറിച്ചും സൺട്രി ഡെപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ പേബിൾസിനെയും റെസ്യൂബിൾസിനെയും കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഈ പേബിൾസും റെസ്യൂബിൾസിന്റെയും പുറമെ നമ്മൾ ഇത്രയും കാലം പേബിൾ റെസ്യൂബിൾ എന്ന് പറഞ്ഞ ആൾക്കാരെ ഒരു IFRS ബേസിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് IFRSൽ ഉണ്ടാക്കുന്ന, IFRS സ്റ്റാൻഡേർഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഒരിക്കലും എന്ത് ചെയ്യില്ല, സൺട്രി ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സ് എന്നുള്ള പേരല്ല ഉപയോഗിക്കുക. അവരിപ്പോൾ ഉപയോഗിക്കുക ഫൈനാൻഷ്യൽ അസറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ ലയബിലിറ്റി എന്നാണ്. പേരിൽ മാത്രമല്ല, അതിന്റെ സ്വഭാവം തന്നെ മാറും. നമ്മൾ ക്രെഡിറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നതിന്റെ സ്വഭാവം തന്നെ മാറും. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ. നമ്മളൊരു ബാങ്ക് ലോൺ എടുത്തു. ഓക്കെ. ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മളൊരു ലോൺ എടുത്തു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമ്മൾ എന്താ ചെയ്യുക, ബാങ്ക് ലോണിന് നമ്മൾ നോർമലി ഒരു പേയബിൾ ആയിട്ട് കാണിക്കും, അല്ലേ? നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേയബിൾ ആയിട്ട് കാണിക്കും. എന്നിട്ട് നമ്മൾ ബാങ്ക് ലോൺ പേ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്ത് പോകും. അതിൽ ഇൻട്രസ്റ്റ് ബുക്ക് ചെയ്യും, പ്രിൻസിപ്പൽ പോർഷൻ ബുക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇതിനെ നമ്മൾ എന്താ നോർമലി കാണിക്കുക, നോൺ കറണ്ട് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ ബാങ്ക് ലോൺ. അത് ഡിപ്പെൻസ്, നോൺ കറണ്ട് ആണോ എന്നുള്ളതനുസരിച്ച് എന്ത് ചെയ്യും, ബാങ്ക് ലോൺ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്ത് പോകും. എന്നാൽ കറണ്ട് ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്നുള്ളതിന് പകരം ഫൈനാൻഷ്യൽ ലയബിലിറ്റി എന്നുള്ള പേരിലാണ് IFRS ഇതിനെ വിളിക്കുക. കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് നമ്മൾ പറയുന്നതിന് പകരം ഫൈനാൻഷ്യൽ ലയബിലിറ്റി എന്നാണ് IFRS വിളിക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അസറ്റ് ഉണ്ടാവുക നോക്കാം. നമ്മൾ നോർമലി വിളിക്കുന്ന ലയബിലിറ്റിയിൽ നിന്ന് പേര് ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആയി മാറണമെന്നുണ്ടെങ്കിൽ, ഒറ്റ സെക്കൻഡ്. സോ ഓക്കെ, അഗൈൻ ബാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു 1 lakh അല്ലെങ്കിൽ ഒരു 10 lakhന് നമ്മൾ എന്ത് ചെയ്തു, ലോൺ എടുത്തു.
10 ലാഖിന് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ആസ് ഓൺ ജനുവരി 2025 ജനുവരി 2025 നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ഓക്കെ, ലോണിന്റെ ടേം 3 years ആണ്. സോ 3 year ടേമിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ലോൺ എടുത്തത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഒരു 10% ആനുവലി പേയബിൾ ആണ്. 10% ഇൻട്രസ്റ്റ് പേയബിൾ ആണ്. ആൻഡ് ഈ പേ ചെയ്യേണ്ടത് നമ്മൾ ഇയർ എൻഡിലാണ്. അതായത് ഒരു 31st December ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടത്. ഓക്കെ, ഐ ഫീൽ സൗണ്ട് പ്രോബ്ലം. എക്കോ ആണോ വരുന്നത്? ജസ്റ്റ് ഇപ്പോഴുണ്ടോ? ഇപ്പോൾ ഓക്കെ ആണോ? നോട്ട് ക്ലിയർ. എക്കോ അടിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, എല്ലാവരുടെ ഒക്കെ സൗണ്ട് ആരുടെയും മ്യൂട്ട് ചെയ്യാൻ. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ. ഇപ്പോഴോ ഓക്കെ ആണോ? ഇല്ല, ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ശരി. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഫൈനാൻഷ്യൽ ലയബിലിറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഫൈനാൻഷ്യൽ ലയബിലിറ്റി എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലയബിലിറ്റിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫൈനാൻഷ്യൽ ലയബിലിറ്റി നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ 10 ലക്ഷമാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. ഓക്കെ, 10 ലാഖ് നമ്മൾ ലോൺ എടുത്തു. ആൻഡ് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. അതുപോലെ 3 year ടേമിനാണ് നമ്മൾ എന്ത് ചെയ്തത്, അല്ലെങ്കിൽ 5 yearsനാണെന്ന് വിചാരിക്കുക. 3 year ടേമിന് പകരം നമ്മൾ 5 yearsലേക്കാണ് ലോൺ എന്ന് വിചാരിക്കുക. ഓക്കെ, കുറച്ചും കൂടി ഒന്ന് വലിയ എക്സാമ്പിൾ ആക്കാം. നമുക്ക് 5 yearsലേക്ക് എന്താക്കാം, ലോൺ 5 year ടേമിലേക്കാണെന്ന് വിചാരിക്കും. ഓക്കെ, സോ 5 year ടേമിലേക്ക് നമ്മൾ ലോൺ മാറ്റി. ആൻഡ് ആനുവൽ ഇൻട്രസ്റ്റ് 10% തന്നെയാണ്, 10%. ഓക്കെ, സോ ബാങ്കിൽ നിന്ന് ലോൺ റിസീവ് ആയി. നോർമലി ഉള്ള പോലെ ബാങ്കിൽ നിന്ന് എന്തായി, ലോൺ റിസീവ് ആയി. 10 ലാഖിന് പകരം ഒരു 50 ലാഖ് നമ്മൾ ഒന്നുകൂടി എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. ഒരു 50 ലാഖാണ് നമ്മുടെ ലോൺ എമൗണ്ട് എന്ന് വിചാരിക്കാം. 50 ലാഖ് ലോണ് 5 വർഷത്തേക്ക് 10 ഇയർ ടേം. ഓക്കെ, സോ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ലോൺ റിസീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ജേർണൽ എൻട്രി ആണ് ആദ്യം പോസ്റ്റ് ചെയ്യുക? നോർമലി നമ്മൾ എന്ത് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുക? എന്ത് ജേർണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യുക? സൗണ്ട് കുറവാ, സൗണ്ട് കേൾക്കുന്നില്ല. 1 സെക്കൻഡ്, ഞാൻ ഒന്ന് ലോഗ് ഔട്ട് ആയി വരട്ടെ. ടെക്നിക്കൽ എന്തോ ഇഷ്യൂ ആണ്, ഞാനൊന്ന് ലോഗ് ഔട്ട് ചെയ്ത് വരാം. ഓക്കെ.